ചിറയൻകീഴ് പൗരാവലി പ്രേംനസീർ പുരസ്കാരം സുപ്രസിദ്ധ നടി ഷീല ഏറ്റുവാങ്ങി. ചിറയൻകീഴ് ശാർക്കര മൈതാനത്ത് നടന്ന സ്മൃതി സായാഹ്നം പരിപാടിയിൽ മന്ത്രി KN ബാലഗോപാൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ 1 ലക്ഷം രൂപയും ആർട്ടിസ്റ്റ് BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് പ്രേംനസീർ പുരസ്കാരം. ചിറയൻകീഴ് പൗരാവലിയുടെ പ്രേംനസീർ പുരസ്കാരം മലയാളത്തിന്റെ പ്രിയ നടി ഷീലയ്ക്ക് സമ്മാനിച്ചു. ചിറയൻകീഴ് ശാർക്കര മൈതാനത്ത് നടന്ന സ്മൃതി സായാഹ്നം 2025 സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ആരാധനയോടെ കണ്ട ഒരു നായികയാണ് നമ്മളിന്നിവിടെ നമ്മുടെ ഒപ്പം ഉള്ളത്. അത് നമ്മളൊരു പുരസ്കാരം നൽകുന്നത് അവരേറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, പക്ഷേ ഗിന്നസ് ബുക്ക് റെക്കോർഡിലൊക്കെ അന്ന് എഴുതുന്നുണ്ടായിരിക്കില്ല, ഏറ്റവും കൂടുതൽ സിനിമയിൽ ഒരു നായകനും ഒരു നായികയും എന്നാൽ 130 സിനിമയിലധികം ശ്രീ പ്രേംനസീറിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ശ്രീ പ്രേംനസീറിനെ ഇതേപോലെ തന്നെ പ്രേംനസീർ ഒരു കാലത്തിൻ്റെ എത്രയോ കാലം ദശാബ്ദങ്ങൾ കേരളത്തിൻ്റെ സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു. ഇതിലെ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും ട്രെയിനിലാണ് ശാർക്കര ക്ഷേത്രം കാണുമ്പോൾ യാത്ര ചെയ്യുന്ന ഇതിലെ കൂടി പോകുമ്പോഴാണ് യാത്ര NH വഴിയാണല്ലോ റോഡിൽ കൂടി പോവുക. അപ്പോൾ ഇതിലെ കൂടി പോകുമ്പോൾ പണ്ട് മുതലേ പോകുമ്പോൾ ഈ ക്ഷേത്രം ശാർക്കര ക്ഷേത്രം ചിറയൻകീഴ് എന്നൊക്കെ പറയുന്നത് പ്രേംനസീറുമായി ബന്ധപ്പെടുത്തി തന്നെ ഉള്ള കഥകൾ ഓർക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ആദ്യമായി പറയുന്നു. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ 1 ലക്ഷം രൂപയും ആർട്ടിസ്റ്റ് BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ പ്രേംനസീർ പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിനുള്ള അവസരം നൽകിയ ശ്രീ അനിലിനോടും സുഭാഷിനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്നിരിക്കുന്ന നസീർ സാറിൻ്റെ കുടുംബക്കാരോടെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാനും നസീർ സാറും ഒരുപാട് ഫംഗ്ഷനിൽ പോയിട്ടുണ്ട്, ഉദ്ഘാടനത്തിൽ പോയിട്ടുണ്ട്. എന്തെങ്കിലും 2 വാക്ക് പറയണം, എന്താ ഇങ്ങനെ വന്നിട്ട് ചുമ്മാതിരുന്ന് അവരെല്ലാം പറയുകയല്ലേ എന്ന് ഞാൻ പറഞ്ഞു. സാർ എനിക്കറിയില്ല, എങ്ങനെ എന്താ പറയണമെന്ന് എനിക്കറിയില്ലെന്ന്. ഉടനെ അങ്ങേരെ കൈപ്പട ഇതാണ് എഴുതി കൊടുത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നെ ഇവിടെ വിളിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു. ഈ വാക്കുകളാണ് എഴുതി കൊടുത്തത്. അതെവിടെ പോയാലും എനിക്ക് പറയാമല്ലോ, ഏത് ഭാരവാഹിയെന്ന് പറയണ്ട. ആ വാക്കുകൾ ഞാൻ എവിടെ പോയാലും ഇന്ന് ഇത്രയും കൊല്ലങ്ങളായിട്ടും ഞാൻ ഈ വാക്കുകൾ മറക്കാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ R സുഭാഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അടൂർ പ്രകാശ് MP, ചിറയൻകീഴ് MLA V ശശി, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് SV അനിലാൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M അബ്ദുൽ വാഹിദ്, വൈസ് പ്രസിഡന്റ് R സരിത തുടങ്ങിയവർ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.